നമസ്കാരം. സ്റ്റാർ വീവർ ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പറയുന്നത് വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവാൻ ചൊല്ലേണ്ടുന്ന അത്യുത്തമമായ ഒരു മന്ത്രത്തെക്കുറിച്ചും വീട്ടിൽ ചെയ്യേണ്ട ചില പ്രവൃത്തികളെക്കുറിച്ചുമാണ്. നമ്മൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യം, ഐശ്വര്യം എന്നിവ വീടിനെ ആശ്രയിച്ചായിരിക്കും. വീട് അനുകൂലമെങ്കിൽ മാത്രമേ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും നമ്മളെ തേടി വരികയുള്ളൂ. വീട്ടിൽ എപ്പോഴും അതിന് തക്കതായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. വീട്ടിൽ മഹാലക്ഷ്മി വാഴുക എന്നാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുക എന്നതാണ് അർത്ഥം. വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കണമെങ്കിൽ വീട് എപ്പോഴും ശുദ്ധമായിരിക്കണം. പ്രധാന വാതിലിന് മുകളിലായി സ്വാസ്തിക ചിഹ്നം വരയ്ക്കുന്നത് നല്ലതാണ്. ഇത് ലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ സഹായിക്കുന്നു. വീട്ടിൽ ആര്യവേപ്പ്, തുളസി എന്നിവ വളർത്തുക. ശ്രീയന്ത്രം വീട്ടിൽ സൂക്ഷിക്കാം. വീട്ടിൽ അനാവശ്യമായ വസ്തുക്കൾ സൂക്ഷിക്കരുത്. പൊട്ടിയ കണ്ണാടി, നിലവിളക്ക്, ഗ്ലാസ് എന്നിവ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ നിന്നുപോയ ക്ലോക്ക് വീട്ടിൽ വയ്ക്കുന്നത് ശുഭകരമല്ല. സന്ധ്യയ്ക്ക് ശേഷം മുടി ചീകുകയോ നഖം വെട്ടുകയോ ചെയ്യരുത്. സന്ധ്യാസമയത്ത് ദിവസവും വിളക്ക് കൊളുത്തണം. വിളക്ക് ദിവസവും ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിനുശേഷം 5 തിരിയിട്ട വിളക്കായിരിക്കും കൊളുത്തേണ്ടത്. വീട് കഴുകുന്നതിനായി കല്ലുപ്പ് ഉപയോഗിക്കുക. കല്ലുപ്പിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. 2-3 ദിവസം കൂടുമ്പോൾ കല്ലുപ്പ് ഇട്ട വെള്ളത്തിൽ വീട് ശുദ്ധിയാക്കുക. ഇത് എല്ലാ നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കും. വീടിന് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിനായി വീട്ടിൽ ചെയ്യേണ്ട ചില പ്രവൃത്തികളെക്കുറിച്ചാണ്. ഇത്തരം ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് വരാം. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വർദ്ധിക്കുന്നതിനായി ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും ചില മന്ത്രങ്ങൾ ജപിക്കണം. അതിൽ അത്യുത്തമമായ ഒരു മന്ത്രമാണ് ലക്ഷ്മി മന്ത്രം. സമ്പത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെ സ്തുതിച്ചാൽ എല്ലാ ദാരിദ്ര്യവും ഇല്ലാതായി സമ്പത്തും ഐശ്വര്യവും കുടുംബത്തിൽ നിറയും. ഇതാണ് ആ മന്ത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം മഹാലക്ഷ്മിയെ നമഃ. ഈ മന്ത്രം 11, 21 അല്ലെങ്കിൽ 108 തവണ മനസ്സിലോ ഉച്ചത്തിലോ ജപിക്കുക. എല്ലാ ദുരിതങ്ങളും ദാരിദ്ര്യവും മാറി ഐശ്വര്യവും സമ്പത്തും വീട്ടിൽ നിറയും.